ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ചാത്തന്മാരുടെ വിളയാട്ടമുണ്ടെന്നറിഞ്ഞ് അവയെ തളയ്ക്കാൻ കാരണവർ തന്റെ പ്രതിയായുധങ്ങളുമായി അവിടെ എത്തി. ഇതത്ര ഭാരിച്ച ജോലിയല്ലെന്ന് കണക്ക് കൂട്ടിയ കാരണവർ ഇതിനെ നിസ്സാരവൽക്കരിച്ച് തന്റെ പക്കലിലെ ചെറിയ പടയാളികളെ ഇറക്കി വിട്ടു. പക്ഷെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് അകത്ത് കയറിയ പലരും ചോര തുപ്പി പുറത്തേക്ക് തെറിച്ചു. അശുഭ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതോടെ പക്കലിലെ പ്രധാനികളെ തന്നെ കാരണവർ ഇറക്കി വിട്ടു. പക്ഷെ കൊലവിളിയുമായി അകത്ത് കയറിയവരെല്ലാം നിശബ്ദമായിരിക്കുന്നു. പൊടിജീവനുമായി പുറത്തേക്ക് വന്നൊരാൾ തന്റെ ഒരു വിരൽ മാത്രം ഉയർത്തി എന്തോ പറയാൻ ശ്രമിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങി. അത് കണ്ട് ഭയന്ന കാരണവർ ചാത്തന്മാർക്ക് മുൻപിൽ മുട്ടുമടക്കി. പക്ഷെ മരിക്കുന്നതിന് മുൻപുള്ള അവസാന കാഴ്ചയെന്നോണം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ രൂപം കണ്ട് കാരണവർ ഞെട്ടിവിറച്ചു. തന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് അതായിരുന്നു. ആ പടയാളി തന്നോട് പറയാൻ ശ്രമിച്ചത് അതായിരുന്നു. ഈ ദൗത്യത്തിൽ കാരണവർ ശ്രദ്ധിക്കാതെ പോയ കാര്യവും അത് തന്നെയായിരുന്നു. ഇവിടെ ഒരു കൂട്ടം ചാത്തന്മാരെ തളയ്ക്കാനായി പുറപ്പെട്ടപ്പോൾ വിട്ടുപോയത് ആ ക്ഷേത്രത്തെ കുറിച്ചായിരുന്നു. ലോകം കീഴടക്കാൻ കെൽപ്പുള്ള കാരണവരുടെ തലയെടുത്ത ആ ക്ഷേത്രത്തിലെ ഉഗ്രരൂപിയായ ഏക പ്രതിഷ്ഠ ചാത്തൻ. ഫുട്ബോൾ ദൈവങ്ങൾ ബ്രസീലിനെ കൈവിട്ടതാണോ അതോ നിർഭാഗ്യം കൊണ്ട് ഈ മത്സരം പരാജയപ്പെട്ടതാണോ? ഒരിക്കലുമല്ല. ഇത് അവർ നിസ്സാരവൽക്കരിച്ചത് കൊണ്ട് മാത്രം അവർ ഏറ്റുവാങ്ങിയ പരാജയമാണ്. മത്സരത്തിന്റെ 14-ാം മിനിറ്റിൽ ഈ റിസൾട്ടിനെ മുഴുവൻ പൊളിച്ചെഴുതാൻ പോകുന്ന ഒരു അവസരം ബ്രസീലിന് ലഭിച്ചു. ഉറപ്പായിട്ടും ഗോൾ നേടേണ്ടിയിരുന്ന ഒരു അവസരം. അപ്പോൾ ഉറപ്പുള്ള ഒരു കാൽ ആ പെനാൽറ്റി എടുക്കാതെ, അതായത് വിനീഷ്യസ് ജൂനിയർ ആ പെനാൽറ്റി എടുക്കാതെ ബ്രൂണോ ഗുമിറസിന് ആ അവസരം കൊടുക്കും. ബ്രസീൽ ഈ മത്സരത്തിൽ പരാജയപ്പെട്ടത് അവിടെയാണ്. ഇന്നത്തെ മത്സരത്തിലെ വിജയശില്പിയായി ഹാളൻഡിനെ എല്ലാവരും പ്രതിഷ്ഠിക്കുമ്പോൾ വിട്ടുപോയ ഒരു പേരാണ് ഓഹ്റൻ നൈലൻഡ് എന്ന നോർവേ ഗോൾ കീപ്പർ. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച നൈലൻഡ് ആ ഒരു പെനാൽറ്റി സേവിലൂടെ നോർവേയെ വിജയത്തിലേക്ക് എത്തിച്ചു. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയ എൻട്രിക്കിന് തുടക്ക നിമിഷം തന്നെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. വിനീഷ്യസിന്റെ ഏറ്റവും വേൾഡ് ക്ലാസ് പാസ് ഗോൾ കീപ്പറെ മാത്രം മുൻനിർത്തി എൻട്രിക്ക് ആ അവസരം പാഴാക്കി. അപകടം മനസ്സിലാക്കി ആൻസലോട്ടി തന്റെ പക്കലുള്ള എല്ലാ മികച്ച താരങ്ങളെയും കളത്തിലേക്ക് ഇറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നെയ്മർ ജൂനിയർ തന്റെ അവസാന ആട്ടത്തിനായി കളത്തിലിറങ്ങി. അതുവരെ ഗബ്രിയലിന്റെ കവച വലയത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു ഹാളൻഡ് അത് പൊട്ടിച്ച് ബ്രസീലിനെതിരെ ആദ്യ ഗോൾ നേടുന്നു. ഗോൾ നേടിയ ആവേശത്തിൽ തുടരെ നോർവേ അത്രമേൽ പ്രഷർ ബ്രസീലിന് മേൽ ചെലുത്തി. തിരിച്ചടിക്കാൻ ബ്രസീൽ ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഏർലിംഗ് ഹാളൻഡ് ആ പ്രതീക്ഷകളെ തച്ചുടച്ചുകൊണ്ട് ഒരു വെടിയുണ്ട ഷോട്ടിലൂടെ രണ്ടാം ഗോൾ കൂടെ നേടുന്നു. ബ്രസീലിലെ മുഴുവൻ താരങ്ങളും ഒരു നൂലിൽ കോർത്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. മത്സരത്തിന്റെ റെഗുലർ ടൈം കഴിഞ്ഞ് ഇഞ്ചുറി ടൈം 10 മിനിറ്റിലേക്ക് എത്തി. അവസാന നിമിഷം ബ്രസീലിന് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. നെയ്മറിന്റെ അവസാന ആട്ടത്തിന് ഒരു ട്രിബ്യൂട്ട് എന്നോണം ആ പെനാൽറ്റി എടുക്കാൻ നെയ്മർ തന്നെ വരുന്നു. ഗോൾ കീപ്പർ നെയ്മറെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 2010 തന്റെ രാജ്യാന്തര ജേഴ്സിയിലെ അരങ്ങേറ്റ മത്സരം ഇതേ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കളിച്ച നെയ്മർ തന്റെ അവസാന മത്സരത്തിൽ ഒരു ഗോൾ കൂടെ നേടി ആട്ടം അവസാനിപ്പിക്കുന്നു. ആ ഗോൾ നേടിയ ശേഷം ശക്തമായ വാക്കുകളോടെ ഐ ആം നെയ്മർ എന്ന് അയാൾ പറയുന്നുണ്ട്. അങ്ങനെ അവസാന വിസിലടിക്കുന്നു. ബ്രസീൽ പരാജയപ്പെടുന്നു. നോർവേ വിജയിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നു. ഈ പരാജയത്തിൽ ബ്രസീൽ ആരാധകർക്ക് പോലും വിഷമമുള്ളത് ആ ബ്രസീൽ എന്ന് പറയുന്ന ടീം പുറത്തായതുകൊണ്ടല്ല. നെയ്മർ എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ ഇനി ആ രാജ്യാന്തര ജേഴ്സിയിൽ ഉണ്ടാകില്ല എന്ന് പറയുന്ന വാർത്ത കേൾക്കുമ്പോഴാണ്. തൻ്റെ അവസാന വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഒരു കിരീടം ഉയർത്തണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നെയ്മറിന് ഈ ഒരു വേൾഡ് കപ്പിൽ അത് സാധിക്കുന്നില്ല. താൻ ഡിസേർവ് ചെയ്യുന്ന ഒരു ഫെയർവെൽ ഈ ഒരു മത്സരത്തിൽ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്തായാലും ഇനി ഒരിക്കലും നെയ്മർ ഈ ബ്രസീൽ ജേഴ്സിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോഴേക്കും ആ പടിയിറക്കം കണ്ട് ഒരു വലിയ ജനക്കൂട്ടം ഏറെ ദുഃഖത്തിലേക്ക് വീണ് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന മത്സരങ്ങളിൽ നിങ്ങൾ ഇതിനേക്കാൾ വലുതാണ് അഭിമുഖീകരിക്കാനുള്ളത്. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്, പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഇനി അധിക ദിവസങ്ങളില്ല, നമുക്ക് കാത്തിരിക്കാം.